പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ
ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആധ്യാത്മിക ജീവിതം ബലവത്താകണമെങ്കിൽ ദൈവം നമ്മളെ എങ്ങനെ നിരീക്ഷിക്കുന്നുവെന്ന് പഠിച്ചു വെക്കണം, നല്ലതാണ്. ഇപ്പം ഞാൻ ഇന്ന് നാളെ മറ്റന്നാൾ ഇതിൻ്റെ ഓരോ ഘടകങ്ങൾ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ദൈവം ചോദിക്കണില്ലേ, അതായത് നീ എന്താണ് ചെയ്തത്? ഇപ്പം ചെയ്തു പോയ കാര്യങ്ങളാണ്. രണ്ടാമതൊരു ചോദ്യം ദൈവം ചോദിക്കും, നീ എന്ത് ചെയ്യുന്നു? അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തത് നീ ചെയ്യാനിരിക്കുന്നത് ഭാവിയിൽ. അപ്പോൾ ഈ ദൈവം നമ്മളെ നിരീക്ഷിക്കണ ഒരു വിഷയമുണ്ട്. ഞാൻ ആദ്യ ദിവസം പറയാം. ഉദാഹരണത്തിന് 33:13 എടുത്തേ. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? ഇനി ഇത് ഹവ്വായോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി ദൈവം കായേനോട് ചോദിക്കും. 34:10. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? അപ്പൊ കായേൻ ആബേലിനെ കൊന്നല്ലോ. അപ്പൊ അതിന് കർത്താവ് ചോദിച്ചത്, ആ കൊല കഴിഞ്ഞതിന് ശേഷം കർത്താവ് ചോദിച്ചതാണ്, നീ എന്താണ് ചെയ്തത്? ഇപ്പൊ ഹവ്വ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു, കർത്താവിൻ്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവളോട് ചോദിച്ചത്, നീ എന്താണ് ചെയ്തത്? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അതുകൊണ്ടാണ് ഈ അനുതാപത്തിന് പ്രസക്തി വരണത്. ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്, നീ എന്താണ് ചെയ്തത്? എന്നുവെച്ചാൽ നിന്റെ കഴിഞ്ഞ കാലം എങ്ങനെയായിരുന്നു? അതിനെപ്പോഴും നമ്മൾ മറുപടി കൊടുക്കാൻ തയ്യാറായിരിക്കണം. അതിൻ്റെ മറുപടി ദൈവത്തിന് പറ്റുന്നൊരു മറുപടിയാണ് കൊടുക്കേണ്ടത്. കായേന് പറ്റിയ, ഹവായ്ക്കും പറ്റിയ ഒരു വിഷയം ദൈവത്തിന് പറ്റിയ മറുപടിയല്ല അവർ കൊടുത്തത്. അതായത് ഹവ്വായോടും അതുപോലെ തന്നെ കായനോടും ദൈവം കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചോദിച്ചവരോട്, നിങ്ങൾ എന്താണ് ചെയ്തതെന്ന്. പക്ഷേ ഒരു പ്രശ്നമുള്ളതേ, നമ്മൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരുടെ ഉത്തരം ദൈവത്തിന് സ്വീകാര്യമല്ലായിരുന്നു. ദൈവം പ്രതീക്ഷിച്ച ഉത്തരമല്ല അവർ പറഞ്ഞത്. അതാണ് അവർ ശിക്ഷയിൽ നിന്ന് വലിയ ഇളവ് ലഭിക്കാതിരുന്നതിൻ്റെ കാരണം. എന്താ അവളുടെ ഉത്തരം? എന്താ? അവൾ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു. അതാണ് അവർ ചെയ്ത കാര്യങ്ങൾ മറ്റവരുടെ കഴുത്തെ കെട്ടിവെച്ച്. ഇത് ദൈവം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഭർത്താവ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കുഞ്ഞിനെ നീ അബോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. അത് ഭർത്താവ് ചെയ്തതെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കത്തില്ല. നീയാണത് ചെയ്തത്. കാര്യം നിൻ്റെ വയറ്റിലാണ് കർത്താവ് കുഞ്ഞിനെ തന്നത്. അപ്പം അതിൻ്റെ പൂർണ്ണ അവകാശ ഉടമസ്ഥ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം വേറെ ആര് പറഞ്ഞെന്ന് പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. അല്ലെങ്കിൽ നിൻ്റെ ജീവന് കേടുണ്ടാകണം, അത് ഡോക്ടർ പറയണം. അപ്പം അത് പോലെ തന്നെയാണ് കായൻ എന്ന് പറഞ്ഞത്. കായൻ കൊടുത്ത മറുപടിയും ദൈവത്തിന് സ്വീകാര്യമല്ലായിരുന്നു. എന്താണ് കായൻ പറഞ്ഞെന്ന് നോക്കി. 34:9. കർത്താവ് കായേനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ? ഇതാണ് ഒരു പ്രശ്നം. കണ്ടാ, അതായത് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരം നമ്മൾ കൊടുക്കണം. അല്ലാതെ നമ്മളുടെ അപരാധങ്ങൾ നീതീകരിക്കുന്ന ഒരു ഉത്തരം കൃപാദായകമല്ല. ഒരു സാധനം ദൈവം ഏക്കത്തില്ല. അത് നീ എന്താണ് ചെയ്തത് നീ തന്നെ ഏക്കണം. അപ്പം അതിനെന്താണ് ചെയ്യേണ്ടത്? അനുതാപമാണ് അവിടുത്തെ മാർഗം. ലോകത്തിലെ ഏറ്റവും നല്ല അനുതാപം നടത്തിയത് ദാവീദിനോട് ചോദിച്ചായിരുന്നു ദൈവം. ഉറിയായെ കൊന്നു കഴിഞ്ഞപ്പോഴും
ദാവീദിനോടും ദൈവം ചോദിച്ചായിരുന്നു, നീ എന്താണ് ചെയ്തതെന്ന്. എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞത് കായനോടും ചോദിച്ചു, ഹവ്വായോടും ചോദിച്ചു. ഇവർ രണ്ടുപേരും പറഞ്ഞ ഉത്തരങ്ങൾ പ്രാക്കപ്പെട്ട ഉത്തരങ്ങളാണ്. മറ്റുള്ളവരുടെ കഴുത്തെ കെട്ടിവെക്കുകയും സ്വയം ഉത്തരവാദിത്തം ഒഴിയണ രീതിയിലാണ്. ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത്, എന്ത് മിസ്റ്റേക്ക് സംഭവിച്ചാൽ എൻ്റെ മക്കൾ ഫ്ലാറ്റായിട്ട് അതിൽ നിന്ന് ഒഴിവ് കഴിവ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഉൽപ്പത്തിയുടെ പാഠങ്ങൾ നൽകുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളെ അസസ് ചെയ്യണം. കഴിഞ്ഞ കാലങ്ങളിലെ ഒരു സാധനവും അത് നമ്മൾ ചെയ്ത തെറ്റ് മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടാണെന്ന അങ്ങനെയുള്ള ഉത്തരങ്ങളൊന്നും അനുതാപത്തിൽ ദൈവം പ്രതീക്ഷിക്കണില്ല. ഫ്ലാറ്റായിട്ട് ആ വിഷയം ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശുവിനെ ഏറ്റെടുപ്പുകാരൻ എന്ന് പറയാൻ കാര്യം അതാണ്. നമ്മുടെ ഭാരങ്ങളാണ് ഈ മനുഷ്യൻ ഏറ്റെടുക്കാത്ത ഭാരങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഈശോ മനുഷ്യാവതാരം സ്വീകരിച്ചത്. അതാണ് ഈശോനെ ഏറ്റെടുപ്പുകാരൻ എന്ന് പറയുന്നത്. അത് ഐസയൊക്കെ പറയണില്ലേ, നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നതെന്നൊക്കെ പറയുന്നത് ആ അർത്ഥത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ വിഷയം, കർത്താവേ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്കണം, ഇനി ആവർത്തിക്കത്തില്ല, എന്നെ അനുഗ്രഹിക്കണം, അങ്ങനെ ഒരു നിലപാടാണ് ഭാവി ജീവിതത്തിൽ ഭൂതകാലത്ത് സംഭവിച്ചു പോയ വിഷയങ്ങളെക്കുറിച്ച് ദൈവ സന്നിധി ഒരു നിക്കക്കള്ളി കിട്ടാൻ വേണ്ടി നമുക്ക് കൈവരിക്കാൻ പറ്റുന്ന നിലപാട്. എനിക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജോളി ടോമി. ഞാൻ നീലീശ്വരം കരേറ്റമാതാ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ഡിസംബർ 9-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇതിപ്പോൾ ഞാൻ 3-ാമത്തെ സാക്ഷ്യമാണ് ഇവിടെ വന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ 17-ാമത്തെ പ്രാവശ്യം പുതുക്കി ഉടമ്പടി. ഇപ്പോഴത്തെ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, ഞങ്ങൾക്കൊരു വീട് 22 വർഷമായിട്ടുള്ളൊരു വീടായിരുന്നു. അത് ഒന്ന് അധികം സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പം ഞങ്ങൾക്കതൊന്ന് പുതുക്കി പണിയണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വഴിയുടെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ലോണൊന്നും കിട്ടില്ലായിരുന്നു, കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനെന്നും ടെറസിൻ്റെ മുകളിൽ കയറി നിന്ന് പറയും, മാതാവിൻ്റെ ഉടമ്പടി ഒപ്പിട്ട് 2 മുറി പണിയാനുള്ള അനുഗ്രഹം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു കസിൻ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു അവരുടെ ഒരു സ്ഥാപനം വെച്ചിട്ട് ഞങ്ങൾക്ക് ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അവരുടെ ഒരു സ്ഥാപനം വെച്ചിട്ട് ലോൺ ശരിയാക്കി തന്നു. ഞാൻ 2 മുറി വീടാണ് മാതാവിനോട് ചോദിച്ചത്. പക്ഷെ മാതാവ് അത് മൊത്തം മാറ്റി ഒരു കൊട്ടാരം പോലത്തെ വീട് ഞങ്ങൾക്ക് പണിത് തന്നു. ഇന്നലെയായിരുന്നു അതിൻ്റെ വെഞ്ചരിപ്പ്. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. 2-ാമത്തെ സാക്ഷ്യം, എൻ്റെ ചെവിയിലൊരു ചെറിയൊരു ഇതുപോലെ കുരു പോലെ വന്നു. അത് ഭയങ്കര വേദനയായിരുന്നു, എനിക്ക് നന്നായിട്ട് പഴുത്തു. അപ്പം എനിക്കൊരു ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. അവിടെ പോയി ഞാൻ ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും മരുന്ന് ഇത് പുരട്ടാനായിട്ട് കിട്ടുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, എന്തായാലും ഡോക്ടറെ കാണേണ്ട വരും, ആൻറ്റിബയോട്ടിക് മരുന്ന് കഴിക്കേണ്ട വരും, അല്ലാതെ മാറില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കാൻ മടിയായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം എല്ലാ ദിവസവും തൂക്കുമായിരുന്നു, പക്ഷേ എനിക്ക് വേദന കുറയുണ്ടായില്ല. അപ്പം അവിടെയുള്ളൊരു ചേട്ടൻ എന്നോട് പറഞ്ഞു, അവരുടെ കൊച്ചിന് ഇങ്ങനെ കുരു വന്നപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം പുരട്ടി, അപ്പോൾ അത് പെട്ടെന്ന് മാറിയെന്ന് പറഞ്ഞു. ഞാൻ ഈ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞ സാധനം ഞാനും വാങ്ങിച്ചു. എന്നിട്ട് ഞാനന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കണ സമയത്ത് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇന്നുകൂടെ ഈ വേദന മാറിയില്ലെങ്കിൽ ഞാൻ നാളെ എന്തായാലും ഉടമ്പടി ഞാൻ ഈ മരുന്ന് പരട്ടും അമ്മയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ രാവിലെ ഇരിക്കുമ്പോൾ ഞാൻ ചെവിയിൽ തൊട്ട് നോക്കുമ്പം എൻ്റെ ആ വേദന പൂർണ്ണമായിട്ട് മാറി. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വീണ്ടും ആ സാധനം പൊടിഞ്ഞു പോയി, ഒരു കുഴപ്പമില്ലാതെ.
പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അതുപോലെ എനിക്ക് മൈഗ്രെയിൻ തലവേദന ഒരു 30 വർഷമായിട്ടുണ്ടായിരുന്നു. ഞാനത് മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ പെയിൻ കില്ലർ എടുക്കേണ്ടി വരുമായിരുന്നു എനിക്ക്. ഇപ്പോൾ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പോഴൊക്കെ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് തലവേദന വന്നേ അപ്പം തന്നെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം തൂത്ത് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് ആ വേദന ശരിക്കും ഒരുപാട് കുറഞ്ഞു. ഇപ്പം എനിക്ക് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തലവേദന വന്നാൽ പോലും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വേദന മാറുമായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ഇവിടുന്ന് പത്രം എല്ലാ മാസവും ഞങ്ങളിവിടെ വരാറുണ്ട്. അപ്പോൾ എല്ലാ മാസവും വന്ന് പത്രം വാങ്ങിച്ച് ഞാൻ വീടുകളിൽ കൊണ്ടു കൊടുക്കും. പിന്നെ എനിക്കൊരു ഷോപ്പുണ്ടെന്ന് പറഞ്ഞില്ല, അവിടെ ഞാൻ കൊണ്ടുവച്ച് അവിടെ വരുന്നവർക്ക് ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ എല്ലാ ആഴ്ചയിലും ഒരു 5 പേർക്ക് പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. പിന്നെ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള അവിടെയുള്ള ഒരു കോൺവെൻറ്റിൽ പോയി അവർക്ക് ഇടയ്ക്ക് ഭക്ഷണം അതുപോലെ ഡ്രസ്സ് ഇതൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ തന്നെ ഒരു കൃപാസനം ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് വഴി ഞങ്ങളെല്ലാ മാസവും ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഓർഫനേജുകളിലും അതുപോലെ രോഗി സന്ദർശനമൊക്കെ നടത്തി ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് നൽകി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. ആദ്യമൊന്നും ഞാനങ്ങനെ ബൈബിൾ എല്ലാ ദിവസവും ഒന്നും വായിക്കില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും ബൈബിൾ അരമണിക്കൂർ ചിലപ്പോൾ അതിൽ കൂടുതൽ വായിക്കും. പിന്നെ ഒരുപാട് സമയം പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അനുഗ്രഹവും പരിശുദ്ധ അമ്മ ഈശോ വഴി എനിക്ക് മേടിച്ചു തന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 7-8 തിരുവചനങ്ങൾ. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും, ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ജോളി ടോമി എന്ന ഈ സഹോദരി തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൻ്റെ സന്തോഷകരമായ അനുഭവങ്ങളെയാണ് നമ്മോട് പങ്കുവച്ചത്. 17 തവണ ഉടമ്പടി പുതുക്കി എന്നതിൻ്റെ അർത്ഥം എത്ര കണ്ട് നീലേശ്വരം എന്ന കാസർഗോഡ് ജില്ലയുടെ ആ മലയാറ്റൂർ നീലേശ്വരം എന്ന പ്രദേശത്ത് നിന്ന് എത്ര കണ്ട് സന്തോഷത്തോടും നല്ല മനസ്സോടും അമ്മ മാതാവിൻ്റെ അരികിൽ ഓരോ തവണ വരുന്നതിനും തൻ്റെ ജീവിതത്തെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജീവിത വിഷയങ്ങൾക്ക് ദൈവശരണത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതിനും സഹോദരി ശ്രദ്ധിച്ചുവെന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യം സൂചിപ്പിച്ചത് ഭവന നിർമ്മാണത്തെക്കുറിച്ചാണ്. ആ 2ാമത്തെ നില ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടി ആലോചന ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ വഴിയില്ലാത്തത് കൊണ്ട് ലോണൊന്നും കിട്ടില്ല എന്ന പരിമിതിയും സാഹചര്യവും തിരിച്ചറിയുന്നുണ്ട്. എങ്കിലും പ്രത്യാശ കൈവിടാതെ ആ വീടിൻ്റെ ടെറസിൽ പോയി ഉടമ്പടി ഉപ്പ് വിതറിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കുകയാണ്. ഉടമ്പടിയിൽ നമ്മളെപ്പോഴും ദൂതന്മാരുടെ സംരക്ഷണം, നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി സാഹചര്യം ഒരുങ്ങി വരുന്നത് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമ്മളെ തേടി വരുന്നത് നമുക്ക് കാണാനാവും. അതാണ് ഒരു കസിൻ സഹോദരി കുടുംബത്തോട് ഇങ്ങോട്ട് വന്ന് അത് പണയം വയ്ക്കുവാനുള്ള ഒരു സ്ഥലത്തിൻ്റെ ഈട് കൊടുക്കുകയും അതുവഴി ലോൺ എടുത്തുകൊണ്ട് ആ നിർമ്മാണ പ്രവൃത്തികൾ മുഴുവൻ പൂർത്തീകരിക്കുവാൻ കുടുംബത്തെ സഹായിക്കുകയും ചെയ്തത്. 2 മുറി ആഗ്രഹിച്ച കുടുംബം വളരെ മനോഹരമായ വീട് പൂർത്തീകരിച്ചെടുക്കുവാൻ അമ്മ മാതാവ് വഴിയൊരുക്കിയതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത്. 2 രോഗസൗഖ്യങ്ങളെയും സഹോദരി അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞു. ആദ്യത്തേത് ചെവിയുടെ അകത്ത് വലിയ വേദനയോടുകൂടി ഉണ്ടായിരുന്ന ഒരു കുരുവാണ്. അത് ഉടമ്പടി തൈലം ഉപയോഗിച്ച് സൗഖ്യപ്പെട്ട വിഷയവും അതോടൊപ്പം മൈഗ്രെയിൻ്റെ 10-30 വർഷമായുള്ള ക്ലേശത്തിൽ നിന്ന് അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗത്താൽ സൗഖ്യപ്പെട്ടതും സഹോദരി സാക്ഷ്യപ്പെടുത്തി. ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും ദൈവതിരുസന്നിധിയിൽ കൂടുതൽ എളിമയുള്ളവരാക്കുന്നു. ദൈവതിരുസന്നിധിയിൽ കുറെ കൂടി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരാക്കുന്നു. ദൈവതിരുസന്നിധിയിൽ കുറെ കൂടി ആത്മീയ ജീവിതം വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി നയിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അതിൻ്റെ ഏതൊക്കെ രീതികളിൽ ജീവിതം മറ്റുള്ളവർക്ക് നന്മയായി, ദൈവസന്നിധിയിൽ നന്മയായി,
എന്നെ തന്നെ ഞാൻ ജീവിക്കുന്നുവെന്ന് സഹോദരി വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, കേവല ഭൗതിക നന്മകൾക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ ആത്മാവിനെ ദൈവത്തിന് പ്രിയങ്കരമാം വിധം ഏൽപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി ഉടമ്പടി നമ്മളെ സഹായിക്കണം. അവിടെയാണ് ഉടമ്പടിയുടെ ആത്മാവടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ മാത്രമുള്ളതല്ല നമ്മുടെ ജീവിതമെന്ന് ദൈവകരങ്ങളിലേക്ക് ആത്മാവിനെ സമർപ്പിക്കുവാനുള്ള നിത്യതയെ കണ്ടുകൊണ്ട് ഈ ലോക ജീവിതം നയിക്കുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്നതാണ് ഉടമ്പടി എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ഉടമ്പടിയിൽ നിലനിൽക്കുന്നവരാവുക. ഉടമ്പടിയിലൂടെ ഓരോ അനുഗ്രഹം കിട്ടുന്തോറും കൂടുതൽ എളിമയോടുകൂടി ദൈവസന്നിധിയിൽ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നവരാവുക. ഉടമ്പടി നമുക്ക് ഭൗതിക നന്മകൾക്കൊപ്പം തന്നെ ആത്മീയമായ വഴികൾ തുറക്കുകയും ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുകയും വചനം വായിക്കുവാൻ, വിശുദ്ധ കുർബാനയിൽ എന്നും സ്നേഹത്തോടും ആദരവോടും പങ്കുചേരുവാൻ, അഗതികൾക്കും ക്ലേശിതർക്കും വേണ്ടി നമുക്കുള്ളത് പങ്കുവയ്ക്കുവാൻ നമ്മളെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഉടമ്പടി ഈ ലോകത്തിൻ്റെ ഒരു പദ്ധതി മാത്രമല്ല, ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്കും പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾക്കും വേണ്ടിയുള്ളൊരു പദ്ധതി മാത്രമല്ല, മറിച്ച് നമ്മുടെ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഉറപ്പിച്ചു കൊടുക്കുവാൻ, നമ്മുടെ ജീവിതത്തെ കുറെ കൂടി ആത്മീയ ഗുണപരമായി മെച്ചപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് കൈമാറിയിരിക്കുന്ന ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ട് ഉടമ്പടിയുടെ ആത്മാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ നന്മയുള്ളതാക്കുവാൻ, വിശുദ്ധിയുള്ളതാക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവത്തോട് നമ്മൾ എത്ര ചേർന്ന് നിൽക്കുന്നുവോ, ദൈവാത്മാവിനെ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ വസിക്കുവാൻ നാം ഇടം കൊടുക്കുന്നുവോ, അതനുസരിച്ച് നമ്മുടെ ഭൗതികവും ആത്മീയവുമായ ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവികമായ തീരുമാനം സമയ ചുരുക്കത്തിൽ അമ്മ മാതാവിൻ്റെ സഹായത്തിൽ ലഭിക്കുന്നത് അനുഭവിക്കുവാനാവും. അതാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ അമ്മ നമ്മളെ സഹായിക്കുകയും നയിക്കുകയും ചെയ്യുന്നത്. ഈ കുടുംബത്തിനും ഈ സഹോദരിക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ശിശിര ഫിലിപ്പ്, ഇതെൻ്റെ മോള് സേറ സിസ്ലി, ഇതെൻ്റെ മോൻ എറിക് ജോസഫ് സിറിയക്, ഇതെൻ്റെ മമ്മി. ഇന്ന് ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ എനിക്ക് കിട്ടിയൊരു സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം ലഭിച്ചതിനും അതിനായിട്ട് അനുഗ്രഹിച്ച മാതാവിനും ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ച് ഞങ്ങൾക്കിങ്ങോട്ട് വരാൻ അവസരം തന്നതിനും എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാനൊരു പീഡിയാട്രിക് ഡോക്ടറാണ്, പീഡിയാട്രിക് ഇൻറ്റൻസിവിസ്റ്റും കൂടെയാണ്. ക്രിട്ടിക്കൽ കെയർ ICUവിലുള്ള കുട്ടികളെ നോക്കുന്ന ഡോക്ടറാണ്. ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഇത് എനിക്ക് മകനെ കിട്ടിയതിൻ്റെ ഒരു സാക്ഷ്യം പറയാനാണ്. എനിക്ക് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. പക്ഷേ അതൊരു ട്രീറ്റ്മെൻറ്റ് അങ്ങനെയൊന്നും ഞാൻ എടുക്കുന്ന ഒരാളല്ല. എനിക്ക് എൻ്റെ മോൾ എനിക്കൊരു മിറക്കിൾ ബേബി തന്നെയാണ്, പ്രാർത്ഥിച്ചുണ്ടായൊരു മോളാണ്. എനിക്ക് മോൾക്കൊരു സിബ്ലിംഗ് ഉണ്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ 4 വർഷം പ്രാർത്ഥിച്ചു. പക്ഷേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. ബിക്കോസ് എനിക്ക് മാതാവായിട്ട് ഈശോയിൽ നിന്ന് ഒരു കുഞ്ഞിനെ ചോദിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ഉടമ്പടി എടുത്തു 27 ജൂലൈ 2023 ഉടമ്പടി എടുത്തു. പക്ഷേ എൻ്റെ ഉടമ്പടിയിൽ ഉള്ള ദിവസങ്ങളിലും ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നെങ്കിലും പോസിറ്റീവ് ഒന്നും ആയില്ല. പക്ഷേ എനിക്ക് തോന്നിയത് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഉടമ്പടിയിലൂടെ ജീവിക്കാം, അങ്ങനെ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ 2024 ആയപ്പോഴും എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ആയിട്ടുണ്ടായില്ല. അപ്പോൾ ഒത്തിരി വാർത്തകൾ അടുത്തടുത്തായിട്ട് വരുന്നുണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനും ഓരോ പാരൻസ് ആണെങ്കിലും കുട്ടികളെ കൊല്ലുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു, അങ്ങനത്തെ വാർത്തകൾ എനിക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു കുഞ്ഞുണ്ടാവുന്നതിന് പുറമെ ഞാൻ മറ്റു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സും ഉണ്ട്. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മാതാവ് ആഗ്രഹിക്കുന്നെങ്കിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാതാവ് അല്ലെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ജൂൺ 24, 2024 ഞാൻ എൻ്റെ ഫസ്റ്റ് UPT ടെസ്റ്റ് ചെയ്തു. ഞാൻ ചെയ്യുന്നതിന് മുൻപേ ഇപ്പോൾ ലോജിക്കലായിട്ട് ആർക്കും തോന്നത്തില്ല, പക്ഷേ എന്നാലും ഞാൻ എൻ്റെ തൈലം പുരട്ടിയതിന് ശേഷമാണ് എൻ്റെ യൂറിൻ ടെസ്റ്റ് ചെയ്തത്. എനിക്ക് പോസിറ്റീവായിരുന്നു. അന്ന് വല്ലാർപാടത്തമ്മയുടെ തിരുനാൾ ദിവസമായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആ ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം മാതാവ് തരുന്നതാണെങ്കിൽ എനിക്ക് അന്ന് പോസിറ്റീവായി കിട്ടും. അങ്ങനെ എനിക്കെൻ്റെ മോനെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു. പിന്നെ എല്ലാ സ്കാൻസിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയും ഡോക്ടർ. കാരണം ഞാൻ ഇപ്പോൾ എനിക്ക് 36 ഇയേഴ്സായി, ഞാനപ്പോൾ 35 ഇയേഴ്സ് ആയിരുന്നു. അപ്പം ഡോക്ടേഴ്സിനെ പറഞ്ഞപ്പോൾ ഒരു എൽഡർലി ഗ്രാവിഡ എന്ന് പറയും.
അതായത് വയസ്സായിട്ട് പ്രഗ്നൻ്റ് ആയ ഒരാളെ പോലെ. അപ്പോൾ ഞാൻ ഓരോ സ്കാനും ട്യൂസ്ഡേയിലേക്ക് ആക്കാൻ തുടങ്ങി. ട്യൂസ്ഡേ അച്ഛൻ്റെ ധ്യാനമുള്ള ദിവസങ്ങളിൽ ഞാൻ എൻ്റെ സ്കാൻസ് ചെയ്യും. അതുപോലെ ഡോക്ടറിൻ്റെ റൂമിൽ കയറുന്നതിന് മുമ്പ്, സ്കാനിങ് റൂമിൽ കയറുന്നതിന് മുമ്പും ഗൈനക്കോളജിസ്റ്റിൻ്റെ റൂമിൽ കയറുന്നതിന് മുമ്പും ഞാൻ ഉടമ്പടി ഉപ്പ് നിലത്ത് വിതറുമായിരുന്നു. അങ്ങനെ എനിക്ക് എന്താണെന്നറിയില്ല, സ്കാനിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഡോക്ടർ പറയും കുഴപ്പമില്ല. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഇത് കേൾക്കുമ്പം. പിന്നെ അതുപോലെ തന്നെ ജാനുവരി 23 മോർണിംഗിൽ ഞാൻ കുർബാനയും സമർപ്പിച്ചുകൊണ്ടാണ്, ഞാൻ മോൻ്റെ സിസേറിയനായിരുന്നു അതിനുവേണ്ടി പോകുന്നത്. അന്ന് ഞാൻ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ അതൊരു വ്യാഴാഴ്ചയായിരുന്നു. മധുബഹ എല്ലാം പച്ച വിരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ പച്ചത്തിരിന് എനിക്ക് ഓർമ്മ വന്നു, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അങ്ങനെ ഞങ്ങൾ എൻ്റെ സിസേറിയൻ 2:30-3 മണിക്ക് ഇടയ്ക്കായിരുന്നു. എനിക്കൊരു മോനെ തന്ന് ഈശോ അനുഗ്രഹിച്ചു. ഇവൻ ഉണ്ടായിട്ട് 1 മാസത്തിന് ശേഷം ഒരു പാരൻറ്റും ആഗ്രഹിക്കാത്തൊരു കാര്യം എനിക്കുണ്ടായി. ഇവൻ കരഞ്ഞിട്ട് ഇവനൊന്ന് ശ്വാസം പിടിച്ചു. യൂഷ്വലി ഇതിനെ ബ്രത്ത് ഹോൾഡിംഗ് സ്പെൽ എന്ന് പറയും, ശ്വാസം പിടിച്ച് ബോധം പോവുക. യൂഷ്വലി കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവുന്നത് 6 മന്ത്സിന് ശേഷമാണ്. ബിലോ 6 മന്ത്സ് വെരി റെയർ. സ്റ്റഡീസ് എല്ലാം വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അന്ന് ഞാൻ ആ സിറ്റുവേഷനിൽ ഞാൻ വിചാരിച്ചു, ഞാൻ ശരിക്കും പേടിച്ചു. എൻ്റെ സ്വന്തം കുഞ്ഞിന് ഞാൻ CPR കൊടുക്കേണ്ട വരുമോ എന്ന് പേടിച്ച് ഞാൻ മാതാവേ ഈശോ എന്ന് മാത്രമേ വിളിച്ചുള്ളൂ. ആ വിളിയിൽ എൻ്റെ മോൻ കരഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് അവൻ ഉണർവ് പോയെങ്കിലും പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ വണ്ടിയിൽ അവൻ അബ്സല്യൂട്ട്ലി ഫൈൻ. ഞാൻ അന്ന് അഡ്മിറ്റ് പോലും ആയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്നു. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവൻ എപ്പോഴും വോമിറ്റിംഗ് ഉണ്ടാവും, എപ്പോഴും ഛർദ്ദിക്കും. അപ്പോൾ എൻ്റെ മമ്മിയുടെ കസിൻസൊക്കെ വരുമ്പോഴും കുട്ടികൾ ഇങ്ങനെ ഛർദ്ദിക്കുമെന്ന് ചോദിച്ചു. അപ്പം നമ്മളും അതിനെ കാര്യമായിട്ട് എടുത്തില്ല, കുട്ടികൾക്ക് ഉണ്ടാവുന്ന റിഫ്ലെക്സ് ആയിരിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ ഈ കഴിഞ്ഞ നവംബർ 2025 അവൻ വോമിറ്റ് ചെയ്തപ്പം ബ്ലഡാണ് വോമിറ്റ് ചെയ്തത്. അതും ഒത്തിരി ബ്ലഡ് വോമിറ്റ് ചെയ്തു. അതെനിക്ക് നന്നായി എന്നെ പേടിപ്പിച്ചു. അപ്പം ഞാൻ മൈത്ര ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അവനെ ട്യൂബ് ചെയ്തിട്ടാണ് സ്കോപ്പി ചെയ്യുന്നത്, OGD സ്കോപ്പി ചെയ്യുന്നത്. സ്കോപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട്, നല്ല ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട്. സ്റ്റൊമക്കിൻ്റെ ലൈനിങ്ങും ഡുവോഡിനത്തിൻ്റെ ലൈനിങ്ങിലും എല്ലാം ഗ്യാസ്ട്രൈറ്റിസ് ആണ്. തൊട്ടപ്പം തന്നെ ബ്ലീഡ് ചെയ്തു. കുറച്ച് സമയമെടുത്തു. സാധാരണ മിനിറ്റ്സിനുള്ളിൽ തീരേണ്ട സ്കോപ്പി കുറച്ച് സമയമെടുത്തു. അപ്പോൾ എന്താണെന്നറിയില്ല, ബയോപ്സിക്ക് വിട്ടിട്ടുണ്ട്. ബയോപ്സിയുടെ വരട്ടെ. ബയോപ്സിയുടെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി ബ്ലഡ് ടെസ്റ്റുകൾ വിട്ടു. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരു ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റാണ്, ഞാനൊരു പീഡിയാട്രിക് ഇൻറ്റൻസിവിസ്റ്റാണ്. ഞങ്ങൾക്ക് ആർക്കും ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഡയഗ്നോസിസ്, അതായത് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇതൊരു കൗസ് മിൽക്ക് അലർജിയാണോ, ഇതൊരു ഗ്ലൂട്ടൻ അലർജിയാണോ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ക്രോണിക് ആയിട്ടുള്ള ഒന്നുമില്ല. പക്ഷേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണവും അറിയില്ല. അപ്പം എനിക്ക് തോന്നി ഇത് ഞാൻ എൻ്റെ മാതാവ് തന്ന കുഞ്ഞിനെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിനുവേണ്ടിയുള്ളൊരു സൈനായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എൻ്റെ മോനുമായിട്ട് വന്നത്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഇവന് ഇന്നലെ 1 വയസ്സ് തികഞ്ഞു. അതുകൊണ്ട് ഞാൻ അവൻ്റെ ഫസ്റ്റ് ഇയർ എപ്പോഴും എല്ലാവരും നന്നായി ആഘോഷിക്കാൻ പറയും. ഞാനില്ല, ആഘോഷിക്കുന്നില്ല, എനിക്ക് മാതാവിൻ്റെ അടുത്ത് ഇവനെ എത്തിക്കണം. അതായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഇന്ന് വന്നത്. എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ജോലിയുമായിട്ട് സംബന്ധിച്ചൊരു സാക്ഷ്യമാണ്. ഞാനൊരു പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ ഫെലോഷിപ്പ് കഴിഞ്ഞിട്ടുള്ളൊരു ഡോക്ടറാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ തിരിച്ച് ചെല്ലുമ്പോൾ ഞാൻ കണ്ണൂർ ഒരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത്, കോപ്പറേറ്റ് ഹോസ്പിറ്റലിൽ. ഒരു 3 months 4 months ഒക്കെ കഴിഞ്ഞപ്പം അവർ കുറച്ചൊരു കുറച്ച് കാര്യങ്ങൾ, അതായത് ഡോക്ടറിന് കട്ട്സ് തരാം. അപ്പോൾ എനിക്കെന്തോ അത്ര കംഫർട്ടബിൾ അല്ലാത്ത പോലെ തോന്നി, ഒരു വർക്ക് സ്പേസ് അത്ര സുഖമില്ലാത്ത പോലെ തോന്നി. പക്ഷേ ഞാൻ ഉടമ്പടി ജീവിതത്തിലാണല്ലോ, ഞാൻ ഇതിനായിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. പക്ഷേ മാതാവ് എന്നെ അനുഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ മാനേജ്മെൻറ്റേ മാറി, പുതിയൊരു മാനേജ്മെൻറ്റ് വന്നു. ആ മാനേജ്മെൻറ്റിൽ അവർക്ക് നമ്മളൊരു എസെൻഷ്യൽ പാർട്ടാണെന്ന് തോന്നുന്ന പോലെയാണ് ഇപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ വളരെ കംഫർട്ടബിളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഡ്രൈവിങ്, അങ്ങനെ ഓരോരോ കാര്യങ്ങളും മാതാവ് അനുഗ്രഹിച്ച് ഞാൻ നന്നായി ചെയ്യുന്നു. എൻ്റെ ഓരോ കുഞ്ഞുങ്ങൾക്ക് എന്ത് അസുഖം വന്നാലും ഞാൻ തൈലമാണ് പുരട്ടുക ആദ്യം. കാരണം സയൻസിന് ബിയോണ്ടായിട്ടൊരു പവറുണ്ട്, അതാണ് നമ്മുടെ ഈശോനെ ഏൽപ്പിച്ചുകൊണ്ടാണ് എൻ്റെ 2 മക്കളെയും ഞാൻ വളർത്താൻ ആഗ്രഹിക്കുന്നത്. അവർ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരണം എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ സാക്ഷി ഞാൻ അവസാനിപ്പിക്കുന്നു. 9-ാം തിരുവചനം. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. ഡോക്ടർ ശിശിര ഒരു മിറക്കിൾ ബേബിക്ക് വേണ്ടിയാണ് ഇവിടെ വന്നെന്ന് സാക്ഷ്യം പറയുന്നത്. ഒരു മിറക്കിൾ ബേബി എന്ന് പറയാൻ കാരണം ഒരു പീഡിയാട്രിഷ്യൻ ഡോക്ടർ തന്നെയാണ് തൻ്റെ സ്വന്തം കുഞ്ഞിനു വേണ്ടി ഇത്രയും വലിയ ഒരു സാക്ഷ്യം നമ്മുടെ മുൻപിൽ ഏറ്റുപറയുന്നത്.
ഡോക്ടർ ഇതിനു വേണ്ടി ചെയ്തത്, കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ആദ്യം തന്നെ ചെയ്തത് ഒരു സ്പിരിച്വൽ ആസ്തി, ഒരു ആധ്യാത്മിക ആസ്തി സമ്പാദിക്കുകയായിരുന്നു ചെയ്തത്. ഇന്ന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊല്ലുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്തിരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഈ അമ്മ, ഈ ഡോക്ടർ എന്ന ഈ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ ഗ്രീൻ സിഗ്നൽ ഈശോയ്ക്ക് കൊടുക്കുവാനായി ഡോക്ടർ സമ്പാദിച്ച വലിയ ആസ്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവരിന്നിവിടെ അൾത്താരയിൽ നിൽക്കുന്നത് എല്ലാ എവിഡൻസോടും കൂടിയാണ്. വൈദ്യശാസ്ത്രം കൈവിടുമ്പോൾ ഈശോയ്ക്ക് മാത്രമേ ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനാവൂ, ജീവനെ രക്ഷിക്കാനാകൂ, ലോകത്തിൽ ഈശോ മാത്രമേ രക്ഷകനായിട്ടുള്ളൂ എന്ന് വളരെ ശക്തമായി സയൻറ്റിഫിക് എവിഡൻസോടുകൂടി പറയാൻ സാധിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ. ഇവരുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും മാറ്റി ഇവരുടെ എല്ലാ പ്രശ്നങ്ങളിലും കുഞ്ഞിൻ്റെ ജീവനെ രക്ഷിക്കുക എന്നതിൽ കൂടുതൽ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ തന്നെ അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലുണ്ടായ ഒരു വലിയ സങ്കടമായിരുന്നു. അവർക്ക് ജോലിയുമായി പൊരുത്തപ്പെട്ടു പോകാനുണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ മാനേജ്മെൻറ്റിനെ തന്നെ അവിടുന്ന് മാറ്റി ഇന്ന് ഡോക്ടർ ശിശിര അവിടെ ഒരു വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണായിട്ട് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ മാത്രം ദൈവം അവരെ ഉയർത്തി എന്ന് പറയുന്ന ഒരു വലിയ സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അവർക്ക് എല്ലാ അവസരങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞ് കരയാതായപ്പോഴെല്ലാം അവർക്ക് പെട്ടെന്നുള്ള പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവർക്ക് ലഭിക്കാനായിട്ട് ഈ ഇവിടെയുള്ള നേർച്ച വസ്തുക്കളെല്ലാം അവർക്ക് ഉപകരിച്ചു എന്ന് ഏറ്റു പറയുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ അസ്വസ്ഥതകളുടെയും, ICUവിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെയും ഹോസ്പിറ്റലിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെയും എല്ലാം, അലർജറ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധമായ അൾത്താരയിൽ കുടുംബത്തോടൊപ്പം നിൽക്കാൻ അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് ജിഷ, ഇതെൻ്റെ ഹസ്ബൻഡ്, എൻ്റെ 4 കുഞ്ഞുങ്ങൾ. ഞങ്ങൾ 19 വർഷമായിട്ട് ഞങ്ങൾ കോതമംഗലം രൂപതയിൽ നെല്ലിമറ്റ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ 19 വർഷമായിട്ട് സൗദി അറേബ്യയിലായിരുന്നു കുടുംബമായിട്ട്. ഞാൻ അവിടെ സൗദി മിനിസ്ട്രിയിൽ നേഴ്സായിരുന്നു. ഞങ്ങൾ 3 വർഷം മുമ്പ് കുട്ടികളെ നോക്കാനുള്ള ബുദ്ധിമുട്ടും എല്ലാം കൊണ്ടും ഞങ്ങൾ നാട്ടിലോട്ട് നിർത്തിപ്പോരാൻ തീരുമാനിച്ചു. അങ്ങനെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളുമാണ് ആദ്യം നാട്ടിലോട്ട് പോകുന്നത്. എൻ്റെ പേപ്പർ വർക്കുകൾ തീരാനും ഡ്യൂട്ടി തീരാനും ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ സ്റ്റേ ചെയ്തു. അങ്ങനെ വീട്ടിൽ തനിച്ചായിരുന്നപ്പോൾ യൂട്യൂബ് വഴിയാണ് ഞാൻ കൃപാസന സാക്ഷ്യങ്ങൾ കേൾക്കാനിടയായത്. ഞാൻ ആദ്യമേ മുതൽ മാതാവിൻ്റെ ഒരു ഭക്തിയായിരുന്നതുകൊണ്ട് എനിക്ക് നാട്ടിൽ വരുമ്പോൾ കൃപാസനത്തിൽ വരണമെന്നും ഉടമ്പടി എടുക്കണമെന്നും ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്കിലായിരിക്കുമ്പോൾ കൃപാസന സാക്ഷ്യങ്ങൾ കേട്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കൃപാസനത്തിൽ വന്നു, ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് 23 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൈക്ക് ഒരു അലർജി പ്രോബ്ലം ഉണ്ടായിരുന്നു. വലത് കൈയുടെ ഫിംഗേഴ്സ് എല്ലാം ഡ്രൈ ആയിട്ട് ചൊറിഞ്ഞ് തടിച്ച് പൊട്ടുമായിരുന്നു. ഞങ്ങൾ ഒത്തിരി ഓയിൻമെൻറ്റ്സ് ഒത്തിരി ഉപയോഗിച്ചു. തൽക്കാലത്തേക്കുള്ള ആശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലം കയ്യിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി ഉപ്പ് അദ്ദേഹത്തിന് കഴിക്കാൻ കൊടുക്കും. ഞങ്ങൾ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യം, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും. അങ്ങിൽ മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഇപ്പോൾ കൈക്ക് രോഗസൗഖ്യം ലഭിച്ചു. ചെറിയ അലർജിയുടെ പ്രോബ്ലംസ് ആണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന് ഈ വെറ്റ് കാർപ്പറ്റ്സും ഹൗസ് ഹോൾഡ് ഐറ്റംസ് അങ്ങനെ എല്ലാം ടച്ച് ചെയ്യുമ്പോഴായിരുന്നു ഈ ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒത്തിരി സൗഖ്യം ലഭിച്ചു. അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ അടുത്ത സാക്ഷ്യം, എനിക്ക് 2 മാസമായിട്ട് പീരീഡ്സ് ആകുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. മാഡം പറഞ്ഞു നമുക്ക് മെഡിസിൻസ് വേണമെങ്കിൽ തരാം, അതല്ലാന്നുണ്ടെങ്കിൽ 1 വീക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വെയിറ്റ് ചെയ്യാം. അങ്ങനെ 1 വീക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് പീരീഡ്സ് ആയി. പക്ഷേ അത് ഒരു 15 ഡേയ്സോളം ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് സിവിയർ ബ്ലീഡിങ് ആയിരുന്നു. നമുക്ക് HB 11 to 12 വേണ്ട HB എനിക്ക് വെറും 7 ആയി കുറഞ്ഞു.
അങ്ങനെ ഒത്തിരി ക്ഷീണമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡോക്ടറെ വീണ്ടും വന്ന് കണ്ടു. ഡോക്ടർ പറഞ്ഞു നമ്മൾക്കൊരു അബ്ഡോമിൻ സ്കാൻ ചെയ്ത് നോക്കാം. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് റൈറ്റ് ഓവേറിയിൽ സിസ്റ്റ് ആണെന്ന് പറഞ്ഞു. റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. CA-125 ക്യാൻസർ ആൻറ്റിജൻ ടെസ്റ്റാണത്. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് 2 hours ആകും റിപ്പോർട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് വീടിനടുത്താണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് നാളെ വന്നാൽ മതി, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് കാണിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു കെട്ട് കൃപാസനം പത്രം കൊടുക്കാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തിനാണെങ്കിൽ എന്ത് ബ്ലഡ് ടെസ്റ്റ് ആണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ഇദ്ദേഹത്തോട് പറയാനും പോയില്ല എന്ത് ടെസ്റ്റാണെന്ന്. ഇദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്ക് ബ്ലഡ് എടുത്തു കൊടുത്തിട്ട് വീട്ടിൽ പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനം പത്രം കൊടുക്കണം. ഞാൻ അങ്ങനെ എല്ലായിടത്തും നടന്ന് ഹോസ്പിറ്റലിലും വഴിയിലൂടെ നടന്ന് എൻ്റെ കൃപാസനം പത്രം മുഴുവൻ കൊടുത്ത് തീർന്നപ്പോഴത്തേനും എൻ്റെ ബ്ലഡ് റിപ്പോർട്ട് വരുന്ന ടൈമായി. ഞങ്ങളങ്ങനെ റിപ്പോർട്ട് കളക്ട് ചെയ്തു, ഡോക്ടറെ കണ്ടു. എൻ്റെ റിപ്പോർട്ട് വെറും 4 റിസൾട്ട് ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് നോർമലായിട്ട് CA-125 ബ്ലഡ് ടെസ്റ്റ് ബിലോ 35 ആണ് വരേണ്ടത്. എനിക്ക് വെറും 4 ആക്കി എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ സിസ്റ്റ് ഉള്ളതുകൊണ്ട് 3 മാസം മെഡിസിൻ കഴിക്കണം, അത് റെഗുലറായിട്ട് തന്നെ 3 മാസം കഴിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ മെഡിസിൻ വാങ്ങിച്ചു. 28 ദിവസം ഞാൻ മെഡിസിൻ കഴിച്ചു, റെഗുലറായിട്ട് തന്നെ കഴിച്ചു. അതിനുശേഷം എനിക്ക് തോന്നി ഞാൻ എന്തിനാണ് ഈ മരുന്ന് മുഴുവൻ കഴിക്കുന്നത്. എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലമുണ്ട്, ഉടമ്പടി ഉപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു ഇനി മെഡിസിൻ വാങ്ങിക്കണ്ട, നമുക്ക് ഉടമ്പടി തൈലം ഉപയോഗിച്ച് വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടി ഉപ്പ് ഞാൻ കഴിച്ചു, വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ 3 മാസത്തിന് ശേഷം വീണ്ടും അടുത്ത സ്കാനിങ് ഉണ്ടായിരുന്നു. സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വന്നപ്പോൾ അത് നോർമലാണെന്ന് കണ്ടു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ 3ാമത്തെ സാക്ഷ്യം, എൻ്റെ 3ാമത്തെ മകൾ ജുവൽ മേരി, അവൾക്കാണെങ്കിൽ അലർജി കഫ് പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഒത്തിരി തണുത്ത വസ്തുക്കൾ, ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോഴും തണുപ്പടിക്കുമ്പോഴാണ് കുഞ്ഞിന് ചുമ വന്നുകൊണ്ടിരുന്നത്. അത് രാത്രിയിലാണ് കൂടുതലും ഉണ്ടാകുന്നത്. കുഞ്ഞിന് ഉറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങളാണേലും ഉറങ്ങാതെ കുഞ്ഞിനെ നോക്കിയിരിക്കും. പലപ്പോഴും സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും കുഞ്ഞിനെ ചുമച്ച് കൊച്ച് നിർത്താതെ ചുമയ്ക്കും. അവസാനം കുഞ്ഞ് ഛർദ്ദിക്കും. ആ ഛർദ്ദിച്ച് കഴിയുമ്പോഴാണ് അവൾ നോർമലാകുന്നത്. അങ്ങനെ ഞങ്ങൾ പലപ്പോഴും സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു, നെഞ്ചത്തും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പ് കുഞ്ഞിനെ എന്നും കഴിക്കാൻ കൊടുക്കുമായിരുന്നു. ഞാൻ മകളോട് പറയും മോനെ നമുക്ക് കൃപാസനത്തിൽ വന്ന് അമ്മ മാതാവിനോട് മുമ്പിൽ സാക്ഷ്യം പറയാമെന്ന് മോൻ പറഞ്ഞ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ ഒത്തിരി ആശ്വാസമുണ്ട്. അങ്ങനെ ഛർദ്ദിക്കുന്ന ചുമയൊന്നും കുഞ്ഞിനില്ല. നോർമലായിട്ട് എല്ലാ കുട്ടികൾക്കും തണുപ്പടിക്കുമ്പോഴുള്ള ചുമയേ എൻ്റെ കുഞ്ഞിനുള്ളൂ. അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും കൃപാസനത്തിൽ വരും, പത്രം വാങ്ങിച്ച് എല്ലാവർക്കും വീടുകളിലും വഴികളിലും ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലുകളുമായിട്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ട്. എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പറയാറുണ്ട്, അവരുടെ സങ്കടങ്ങൾ കേൾക്കാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരോട് പറയും കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന കാര്യം. പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ലൈവായി തന്നെ ഞാൻ കൂടാൻ ശ്രമിക്കാറുണ്ട്. ആ ധ്യാനം എല്ലാവർക്കും, എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് രാവിലെ ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ കേൾക്കും. എത്ര വൈകിയാലും ഞങ്ങൾ ജപമാല ചൊല്ലിയിട്ടാണ് ഞങ്ങൾ കിടക്കാറുള്ളൂ. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങളുടെ അടുത്ത ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കുറച്ച് കൃപാസനത്തിലെ കുറച്ച് ചേച്ചിമാർ കൂടി പോയി ഭക്ഷണത്തിന് പൈസ കൊടുത്ത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ അവരെ സഹായിക്കും. രോഗികൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഞങ്ങളുടെ അടുത്ത് വേറൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ പോവും. എൻ്റെ കുഞ്ഞുങ്ങൾക്കാണേലും അമ്മമാരുടെ അടുത്ത് പോകാൻ ഒത്തിരി ഇഷ്ടമാണ്. അത് അമ്മമാരുടെ ഓൾഡ് ഏജ് ഹോമാണ്.
അവിടെ ഞങ്ങൾ പോയി അമ്മമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് അവരുടെ കൂടെ ഇരിക്കുകയും അവർക്ക് അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ അവർക്ക് പാട്ട് പാടിയും ഡാൻസ് കളിച്ചും എല്ലാം അവർ ഒത്തിരി സന്തോഷമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നത്. ആത്മീയമായിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡെയിലി വിശുദ്ധ കുർബാനയിൽ സംവദിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചു. ഞങ്ങൾ കുടുംബത്തോടൊപ്പം ഞാനും ഹസ്ബൻഡും എൻ്റെ മൂത്ത കുട്ടിയും കൂടി എല്ലാ ദിവസവും ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കും. ഒരു ദിവസം വിശുദ്ധ കുർബാനയിൽ സംവദിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒത്തിരി വിഷമമായിരിക്കും. എല്ലാ അനുഗ്രഹങ്ങൾക്കും തിരുക്കുമാരനും അമ്മ മാതാവിനും നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 37:5 നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ജിഷ ജിനോ എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന് പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിച്ച ഈശോയുടെ കൃപയാൽ ലഭിച്ച രോഗസൗഖ്യങ്ങൾക്ക് സന്തോഷത്തോടും നന്ദിയോടും കൂടി കുടുംബത്തെ മുഴുവനും അമ്മ മാതാവിന് സമർപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇവിടെ ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം സഹോദരി സൂചിപ്പിച്ചു. ആദ്യമത് വിദേശത്ത് തനിയായിരുന്നപ്പോൾ കൂടുതൽ ഉടമ്പടിയെക്കുറിച്ച് അറിയുവാനും പ്രാർത്ഥിക്കുവാനും ലഭിച്ച അവസരം, നാട്ടിലെത്തിയപ്പോൾ ഉടമ്പടി എടുത്ത് 23 വർഷമായി ജീവിത പങ്കാളിക്കുണ്ടായ അലർജിയുടെ വളരെ ഗുരുതരമായ രോഗക്ലേശങ്ങൾ, അത് എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാതെ നിന്ന ആ രോഗക്ലേശങ്ങൾക്ക് അമ്മയുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപ്പും തൈലവും ഉപയോഗിച്ചുകൊണ്ട് അത് സൗഖ്യത്തിലേക്ക് മാറിയതാണ് സാക്ഷ്യപ്പെടുത്തിയത്. സഹോദരിക്കും അതുപോലെ കുഞ്ഞുമകൾക്ക് ലഭിച്ച രോഗസൗഖ്യങ്ങളെക്കുറിച്ചും ഇതുപോലെ തന്നെ ഉടമ്പടി നേർച്ചവസ്തുക്കളിലൂടെ ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തി. ഉടമ്പടി നേർച്ചവസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വിശ്വാസപ്രമാണം ചൊല്ലിയാണ് നാം അത് ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്, യേശു എൻ്റെ നാഥനും കർത്താവ് നാം അധരം കൊണ്ട് ഏറ്റുപറയുന്നു. യേശുവിൻ്റെ പീഡാനുഭവത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും സ്വർഗാരോഹണത്തിലും നാം വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങനെ യേശു എൻ്റെ ജീവിതത്തിന് മതിയായവനെന്നും യേശുവിലൂടെ എനിക്ക് ജീവിതത്തിന് ഏതൊരു പ്രതിസന്ധിയും ജീവിതത്തിൻ്റെ ഏതൊരു വിഷയവും പരിഹരിക്കാനാകുമെന്ന് പരസ്യമായി നാം ഏറ്റുപറയുന്നതാണ് വിശ്വാസ പ്രഖ്യാപനമെന്ന് പറയുക. അതുകൊണ്ടാണ് ഉടമ്പടിയുടെ നേർച്ചവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ, ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥനയിൽ നാം നിൽക്കുമ്പോൾ അതെപ്പോഴും നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലണം എന്ന് പറയുന്നത്. കാരണം മറ്റൊരു ശക്തിയിലും ഞാൻ ആശ്രയിക്കുന്നില്ല, എൻ്റെ കർത്താവിൽ പൂർണ്ണമായും ഞാൻ ആശ്രയിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ശക്തമായ കരത്തിനും കീഴിൽ എന്നെ അനുഗ്രഹിക്കുവാനുള്ള കൃപയുണ്ട്. ജീവിതത്തിൻ്റെ ഏതൊരു സങ്കടത്തിലും ഏതൊരു ദുരിതത്തിലും അതിൽ നിന്ന് കരകയറ്റുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ് എന്ന് ലോകത്തോടെ ഏറ്റുപറയുകയും എന്നെ തന്നെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ദൈവശക്തി അനുഗ്രഹത്തിന് കാരണമായി, സൗഖ്യത്തിന് കാരണമായി നമ്മുടെ ജീവിതത്തിൽ മാറുന്നത്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത്. കുടുംബം കടന്നുപോയി ഓരോ ജീവിതത്തിൻ്റെ ക്ലേശകാലത്തിലും യേശുവിനുള്ള വിശ്വാസം ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ ദൈവസ്നേഹത്തോടുകൂടി ജീവിക്കുവാൻ, കൂടുതൽ ആത്മീയ ബോധ്യത്തോടുകൂടി ജീവിക്കുവാൻ കുടുംബം സന്നദ്ധമാകുമ്പോൾ അത് വലിയ ദൈവാനുഗ്രഹത്തിന്, രോഗസൗഖ്യത്തിന്, ആത്മീയ സന്തോഷത്തിന് കാരണമാകുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ ആത്മീയ മനുഷ്യരാക്കി ബലപ്പെടുത്തുന്നു. ഉടമ്പടി നമ്മളെ ലോകത്തിൻ്റെ ജീവിത രീതികളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന കൃപയുടെ ജീവിത രീതിയിലേക്ക് നമ്മളെ വളർത്തുകയും ചെയ്യുന്നു. അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകുന്നു. അമ്മ മാതാവ് കൂടെ നിന്ന് നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ ആത്മീയമായി വളരുവാൻ നിരന്തരം സഹായിക്കുകയും ചെയ്യുന്നു. ആ സാക്ഷ്യം ഈ മക്കളി അൾത്താരയിൽ പങ്കുവെക്കുമ്പോൾ നമ്മളെയും അതുപോലെ തന്നെ യേശുവിൻ്റെ സാക്ഷികളായി ലോകത്തിൽ ജീവിക്കുവാൻ ഓരോ ദിവസവും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് അമ്മ മാതാവിനും ഈശോയ്ക്കും സമർപ്പിക്കാം. എൻ്റെ പേരാനിൽ, കോട്ടയം വാഴൂർ കാന എന്ന ദേശത്തു നിന്ന് വരുന്നു. ഞങ്ങൾ ഓർത്തഡോക്സ് വിശ്വാസിയാണ്. എന്നെ ഇവിടെ നിർത്തുവാനായിട്ട് ഇടവരുത്തിയ എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. എനിക്കിപ്പം 54 വയസ്സോളമായി. ഞാൻ എപ്പോഴും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഈ സാക്ഷ്യം കേൾക്കാൻ കാരണം എൻ്റെ ഈ സഹോദരിയാണ് ഈ നിൽക്കുന്നത്. എന്നെ ഇവിടെ കൊണ്ടുവരാൻ ഏറ്റവും മെയിനായിട്ട് ഉള്ള കാരണം അവളാണ്. എനിക്ക് മാർച്ച് മാസം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ ഹെവി ട്രെയിലർ ഡ്രൈവറാണ്. അപ്പോൾ എൻ്റെ കാലിലൊരു ജാക്കി വീണതിൻ്റെ ഫലമായിട്ട് അതൊരു മാസത്തോളം ഇരുന്ന്. ഏപ്രിലിലെ പെസഹ വ്യാഴാഴ്ചയ്ക്ക് തൊട്ട് മുമ്പേ ദിവസം ഞാൻ വണ്ടി
കോട്ടയത്ത് കൊണ്ടിട്ടിട്ട് വീട്ടിൽ വന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ടൊരു പെയിൻ അനുഭവപ്പെടുകയും, അപ്പോൾ എൻ്റെ സഹോദരി പറഞ്ഞാൽ ഞാൻ തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. അത് ഒരുപാട് മദ്യപാനവും കാര്യങ്ങളുമായിട്ട് എൻ്റെ ലൈഫ് തന്നെ എൻ്റെ കൺട്രോളിലല്ലാത്തൊരു സമയത്താണ് എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ വ്യാഴാഴ്ച വീട്ടിൽ വന്ന ശേഷം എൻ്റെ കാലിന് വേദന അനുഭവപ്പെടുകയും, ഇവരുമായിട്ടൊന്ന് ഞാൻ വർഷങ്ങളോളം ഒരു 4 സഹോദരിമാരാണ് എനിക്കുള്ളത്. ഇതെൻ്റെ നേരെ മൂത്തയാളാണ്. എൻ്റെ ഇളയ ഒരു സഹോദരിയുണ്ട്. ബാക്കി മൂത്ത 3 പേരാണ്. ഒന്ന് ഇവളും അവളുടെ മൂത്ത 2 പേരുണ്ട്. അങ്ങനെ 4 പെങ്ങന്മാരാണ് എനിക്കുള്ളത്. ഇവരുമായിട്ടൊന്നും ഞാൻ അങ്ങനെ ഒരു ഇടപെടിയിലെ കാര്യങ്ങളൊന്നുമില്ല. വർഷങ്ങളായിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു അങ്ങനെ പോവുകയാണ്. ഞാൻ വെളിയിലായിരുന്നു 18 വർഷം, കുവൈറ്റ്, ദുബായ് എല്ലാം കറങ്ങി. ഇവിടെ മാരാരിക്കുളത്ത് ഞാനൊരു റിസോർട്ടിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് അത് 2020 കൊറോണയ്ക്ക് ശേഷമാണ്. പക്ഷേ ഞാനിവിടെ ഇതിലെ പല പ്രാവശ്യം കടന്നു പോകുന്ന സമയത്ത് 3.5-4 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ അന്നേരം ഒന്നും ഞാൻ ഈ കൃപാസനം കാണുമ്പോൾ ഇവിടെ കയറണമെന്നോ വരണമെന്നോ ഒന്നും ഇല്ലായിരുന്നു. 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഉള്ളൂ. അവിടെ വന്ന് താമസിക്കുന്ന ഗസ്റ്റുകൾ വരെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വരുമെന്ന് പറയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും ഇതെന്താണ് സംഭവം കാര്യങ്ങൾ. അവർ പറയും ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്, ഇവിടെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾക്ക് കിട്ടും. പക്ഷേ അന്നേരം ഒന്നും നമ്മൾ ലൗകിക ജീവിതത്തിലാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ മാർച്ച് മാസത്തെ ഈ ആക്സിഡൻറ്റ് ഏപ്രിലാണ് എനിക്ക് കാല് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഫുള്ളി ഇൻഫെക്റ്റഡായി. എനിക്ക് ക്രിയാറ്റിൻ കൂടി എൻ്റെ കിഡ്നിയെ ബാധിച്ചു. അതുപോലെ തന്നെ എനിക്കത് ഷുഗർ ഹൈ ആയി എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം കാല് ഇത് മുറിച്ച് മാറ്റേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തി. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിനോട് പറഞ്ഞാൽ അല്ലേ ഇത് കട്ട് ചെയ്ത് കളയണം, അപ്പം നിങ്ങൾക്കിത് ഇൻഫെക്റ്റഡായി ഓൾറെഡി മുകളിലോട്ട് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ അത് നമുക്കതൊന്ന് നോക്കാം, എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡോക്ടർ ചെയ്യാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ മാക്സിമം ചെയ്യാമെന്ന് പറഞ്ഞു. ആ സമയത്ത് എന്നെ 2.5 മണിക്കൂറോളം കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സർജറി ചെയ്തു. അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് എന്നെ റെഫർ ചെയ്തു. അപ്പോൾ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ കൂടെ. എൻ്റെ വൈഫ് 2010 പുള്ളിക്കാരി ഒരു ആക്സിഡൻറ്റ് മരണപ്പെട്ടു പോയതാണ്. എനിക്കൊരു മോളുണ്ട്, അവളിപ്പം +2 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നെ റെഫർ ചെയ്ത കൂട്ടത്തിൽ അമ്മയ്ക്ക് ഏകദേശം 86 വയസ്സോളം ഉണ്ട്. പുള്ളിക്കാരി ഏജ്ഡാണ്. ഞാൻ ഈ സഹോദരിമാരുമായിട്ടൊന്നും അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല. ഞാൻ അവരുടെ മക്കളും അവരൊന്നും ആയിട്ട് ഒന്നാമതെ ഞാനൊരു ആൽക്കഹോളിക്കാണ്. ഞാൻ ആരെയും വകവെക്കത്തില്ല. എൻ്റെ പപ്പ ഒരു പോലീസ് ഓഫീസറായിരുന്നു. പക്ഷേ പുള്ളിയുടെ പേരിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കാരണം ഇവർക്കൊന്നും എല്ലാവർക്കും എന്നെ ഭയങ്കര ഒരു ഭയത്തോടു കൂടി അവർ നോക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ എല്ലാവരോടും എനിക്ക് പെട്ടെന്ന് ഓവർ ടെമ്പേർഡാണ്, എനിക്ക് BP ഹൈ ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ജീവിതത്തിൽ അച്ഛൻ പറയുന്നത് അതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു 9 മാസം കൊണ്ടാണ് ഇതിലോട്ട് മാറിയത്. അതിന് മെയിൻ കാരണക്കാരിയായിട്ട് എനിക്ക് എൻ്റെ സഹോദരിയാണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അതിഭയങ്കരമായ വേദന, കാലിൻ്റെ അവസ്ഥ അന്നത്തെ ഇത് ഓൾറെഡി ഇത് മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. ആ ഉള്ളിലെ ദശയും മൊത്തം എടുത്ത് കളഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് കാല് കുത്താനായിട്ട് സാധിക്കാതെ ഇതൊരു 4 മാസത്തിന് ശേഷമുള്ള അവസ്ഥയാണ് എൻ്റെ ഈ കാലിൻ്റെ അവസ്ഥ. അന്നേരം ആ സമയത്താണ് എൻ്റെ സഹോദരി അവിടെ വരുന്നത്. അവളെന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ഇത് ഒരിക്കലും ഒരു മുറിവ് അങ്ങോട്ട് ഇതാകുന്നില്ല. എനിക്ക് ഇത് ഷുഗർ കയറിയിട്ട് എനിക്ക് ക്രിയാറ്റിൻ കുറയുന്നില്ല. അപ്പോൾ അതിഭയങ്കര വേദന. അവരൊരു പാരസെറ്റമോളല്ല വേറെ പെയിൻ കില്ലേഴ്സ് ഒന്നും തരുന്നില്ല. അപ്പോൾ ഇവൾ എൻ്റെ സഹോദരി വന്നിട്ട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഉപ്പുണ്ട് കൃപാസനത്തിലെ വിശുദ്ധ ഉപ്പും തൈലമുണ്ട്, ഇത് പുരട്ടി അത് നോക്കാതെ ഒരുപാട് അത് നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അത് ട്രൈ ചെയ്യാം. അങ്ങനെ ഞാൻ ആ ഉപ്പും തൈലവും പുരട്ടി എൻ്റെ മുറിവിൽ അത് ഇൻഫെക്ഷൻ ആയിക്കൊണ്ടിരിക്കുക. ഡോക്ടർ പറഞ്ഞു ഇനി ഒരാഴ്ച കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞു. അതുപോലെ അത് മുകളിലോട്ട് കയറുന്നുണ്ട്, മുറിവ് ഉണങ്ങുന്നില്ല, എൻ്റെ ഷുഗർ ലോ ആകുന്നില്ല, ഹൈ ആയിട്ട് നിൽക്കുക. അത് പുരട്ടി അന്ന് എനിക്കിവിടെ ഒരു പത്രം കൊണ്ടു തന്നു കൃപാസനത്തിലെ. അത് ഞാൻ ജസ്റ്റ് വായിച്ച് കിടന്നപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് പേപ്പറിൽ. അത് അന്നേരം ഞാൻ ഓർത്ത് ഈ 5 വർഷം മുമ്പാണല്ലോ ഞാൻ ഈ കൃപാസനത്തിന് വാതിക്കൽ വരെ വന്നിട്ട് ഞാൻ ഇവിടെ കയറാതെ പോയതാണല്ലോ. അപ്പോൾ അമ്മ ഇതുകൊണ്ടായിരിക്കും എന്നെ ഇവിടെ തന്നെ ഇവള് മുഖാന്തരം എന്നെ പിടിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അന്ന് രാത്രി നല്ലതായിട്ട് ഉറങ്ങി. എനിക്ക് വേദനയില്ലാതെ ഞാൻ കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് പറയുമ്പോൾ ഞാനൊരു ആൽക്കഹോളിക്കാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഓൾറെഡി കോട്ടയത്ത് വന്നിട്ട് വ്യാഴാഴ്ചയായിരുന്നു നടക്കും. ഒരു ക്രിസ്ത്യനായിട്ട് ജനിച്ച ഒരു ആളായിട്ട് വന്നിട്ട് പോലും ഞാൻ മദ്യം മേടിച്ചോണ്ടാണ് വീട്ടിലോട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ട്രിപ്പുണ്ട് എനിക്ക് പോണ്ടിച്ചേരിക്ക്. അപ്പോൾ 3 ദിവസമല്ല ദുഃഖവെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ പോകില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കല്യാണത്തിന് അന്ന് ഞാൻ കുമ്പസാരിച്ച ഒരു വ്യക്തിയാണ് 18 വർഷം മുമ്പ്.
പക്ഷേ അതിനുശേഷം കുമ്പസാരമില്ല, പള്ളിയിൽ പോക്കില്ല, ഒന്നുമില്ല. പക്ഷേ എനിക്ക് ഉള്ളിലുണ്ട്, ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും, കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. മറ്റുള്ളവർ ഞാൻ ബൈബിളിൽ പറയുന്നത് വിലാപഭവനത്തിൽ പോകുന്നതിനേക്കാളും വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാളും നിങ്ങൾ വിലാപഭവനത്തിൽ പോകണമെന്ന്. ഞാൻ എല്ലാ മരണ വീട്ടിലും പോകും, നമുക്ക് പരിചയം ഇല്ലാത്തവരും ഉള്ളവരുടെ എല്ലായിടത്തും പോകും, അവരെക്കൊണ്ട് എനിക്ക് കഴിയാവുന്ന പോലെ ഞാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി നല്ലതായിട്ട് ഉറങ്ങി. പിന്നെ അത് ഒരു ദിവസം 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴത്തേന് ഇത് ഹീലിംഗ് ആയി തുടങ്ങി. അത് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ക്രിയാറ്റിൻ ഓൾറെഡി എൻ്റെ കുറഞ്ഞു വരുന്നു, ഇൻസുലിൻ എൻ്റെ എടുപ്പ് നിർത്തി, പിന്നെ നോർമൽ ആകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്തൊരു വിശ്വാസമായി. എനിക്ക് പണ്ടേ മാതാവിനോട് വിശ്വാസമുള്ള ഒരാളാണ്. ഈശോയെ അതിലും കൂടുതൽ എനിക്കിഷ്ടമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. പക്ഷേ ഞാൻ പുറമേ അത് കാണിക്കാറില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്മസിൻ്റെ അന്ന് നൈറ്റ് ഉണ്ടായ ഒരു വ്യക്തിയാണ്. 24 ഡിസംബർ ഉണ്ടായ ക്രിസ്മസ്. എൻ്റെ പാട്ടുകാർ വന്ന് ക്രിസ്മസ് കരോൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചെന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഇതുണ്ട്. എപ്പോഴും ഞാൻ ദൈവത്തോട് അതുപോലെ എനിക്ക് സ്നേഹം, ഉണ്ണീശോയോടും മാതാവിനോടും എനിക്ക് അതുപോലെ സ്നേഹമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഈ യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് അതിനു മുമ്പ് ഞാൻ ഇൻസ്റ്റഗ്രാമ്, പിന്നെ ഇങ്ങനെയുള്ള ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാം നമ്മളത് സോഷ്യൽ മീഡിയ ഞാൻ കൂടുതൽ യൂസ് ചെയ്യും. പക്ഷേ അതിനുശേഷം ഞാൻ ക്രമേണ അത് കുറയ്ക്കാൻ തുടങ്ങി, കംപ്ലീറ്റ് കുറച്ച്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വിട്ടിട്ട് കൃപാസനം. ഇപ്പോൾ എൻ്റെ ഇതിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കണ്ടിട്ടുണ്ട്. ഇതുവരേക്കുള്ള അച്ഛൻ്റെ ടോക്കുകൾ എല്ലാ ദിവസവും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല 39 വർഷമായിട്ട് അച്ഛൻ പറയുന്ന ഏറ്റവും വലിയൊരു ഇതെനിക്കത് എന്നെ ടച്ച് ചെയ്തൊരു ഇതാണ്. അച്ഛൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ 39 വർഷം ഓൾറെഡി കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞ് ഈ നമ്മുടെ അച്ഛൻ്റെ ഈ പ്രേക്ഷിത വേലയ്ക്ക്. പക്ഷേ ഈ 39 വർഷമായിട്ട് ഞാൻ നേരെ ഓപ്പോസിറ്റായിരുന്നു. ഞാൻ യേശുവിനെ തിരയാതെ ഞാൻ നടന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അതെന്നെ മാറ്റി നേരെ ഓപ്പോസിറ്റ് ഇവിടെ കൊണ്ടുവന്നതിൽ എൻ്റെ സഹോദരിക്ക്, അവളാണ് എന്നെ അതിനൊരു കാരണക്കാരൻ. പക്ഷേ അതിലും മെയിനായിട്ട് ഞാൻ എൻ്റെ അമ്മയാണ്, എൻ്റെ സഞ്ചാരി അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്നു. അതുപോലെ ഈശോപ്പ ഒരുപാട് അനുഗ്രഹം എനിക്ക് തരുന്നുണ്ട്. ഞാൻ 20-ാം തീയതിയാണ് എനിക്ക് ഓപ്പറേഷൻ ഡേറ്റ്. അതെല്ലാം എനിക്ക് കണക്ക് കൂട്ടുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ അകത്തൊരു വലിയൊരു ഇത് കാണുന്നുണ്ട്. എന്നെ ഓപ്പറേഷൻ നടന്ന 20-ാം തീയതിയാണ്. അന്ന് ഞാൻ ഇത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പറഞ്ഞു, എന്ന് എൻ്റെ കാല് കൊത്തി ഫസ്റ്റ് ഞാൻ 6 മാസത്തോളം ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. എൻ്റെ കാല് പൊക്കി വെച്ച് നീര് കുറയുന്നില്ല, പക്ഷേ ഹീലിംഗ് ആകുന്നുണ്ട്. ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് യൂട്യൂബിൽ സാക്ഷ്യം കേൾക്കുന്നുണ്ട്, കൃപാസനത്തിലെ പ്രാർത്ഥന എല്ലാം കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്ന് എൻ്റെ കാല് കുത്തി ഞാൻ നടക്കുന്ന അന്ന് ആദ്യം ഞാൻ കൃപാസനത്തിൽ വരും, ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു ഫസ്റ്റ്. അപ്പോൾ തന്നെ ഞാൻ മേടിച്ച് വെച്ച ആ കുപ്പിയെല്ലാം ഞാനത് എടുത്ത് ഡിസ്പോസ് ചെയ്തു. എൻ്റെ സിഗരറ്റ് പാക്കറ്റ് എല്ലാം അന്ന് തന്നെ കളഞ്ഞു. ഇപ്പോൾ 9 മാസമായിട്ട് ഞാൻ അതുപോലെ ഒരു വിശ്വാസത്തിലാണ്. ഇവർക്കെല്ലാം എൻ്റെ സഹോദരിമാരെല്ലാം അവരുടെ മക്കളും എല്ലാം എന്നെ കാണാനും അതുപോലെ ഇപ്പോഴും അവർ അങ്കിളെന്ന് വിളിച്ച് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. എല്ലാവരും വളരെ എന്നോട് അത്രയ്ക്കും നമ്മുടെ നാട്ടുകാർക്ക് പോലും എന്നോട് ഇതാണ്, ഞാൻ എങ്ങനെ ഇങ്ങനെ ആയിപ്പോകുന്ന പോലും അവർക്കറിയത്തില്ല. ഞാൻ അതുപോലെ ഒരു വ്യക്തിയായിരുന്നു. ഞാൻ മാറ്റം വന്നെന്ന് ഒരുപാട് എന്നെ മാറ്റി. പിന്നെ എനിക്കുണ്ടായ വേറെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കും 20-ാം തീയതിയാണ് ഇവിടെ വന്ന്, 10-ാം മാസം 20-ാം തീയതി ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഒക്ടോബറിലാണ് 20-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ. എൻ്റെ ഓപ്പറേഷൻ നടന്നതും 20-ാം തീയതി, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 20-ാം തീയതി. അപ്പോൾ അത് കറക്റ്റായിട്ട് എല്ലാ ഇതിലും ഞാൻ എൻ്റെ ഈശോപ്പയ്ക്കും മാതാവിനും ഒരുപാട് ഞാൻ അതുപോലെ എനിക്ക് ആവുന്നത്രയും ഞാൻ ആൾക്കാരെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ. പക്ഷേ ഞാൻ അന്ന് നല്ലൊരു വ്യക്തിയായിരുന്നു. പക്ഷേ എന്നെ മദ്യപാനവും ഇതുകൊണ്ടായിരിക്കണം ഞാൻ ഇങ്ങനെ വേർതിരിഞ്ഞ് പോയെന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അൾത്താരപാലനായിട്ട് ഞാൻ ശുശ്രൂഷയ്ക്ക് കയറിയുന്ന ഒരു വ്യക്തിയാണ് 14 വയസ്സ് വരെ. 14 വയസ്സിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ആയിപ്പോയത്. എന്നെ ഒരുപാട് ഇതുപോലെ എന്നെ ഇങ്ങനെ പിടിച്ചു കൊണ്ട് നിർത്തിയിരിക്കുന്ന എൻ്റെ അമ്മ മാതാവാണ്. കൃപാസനത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ പലരോടും പേപ്പർ കൊടുക്കുമ്പോൾ ഞാൻ അങ്ങനെ പേപ്പർ കൊടുക്കാറില്ല. ഞാൻ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയാത്തൊരു കേസിന് എൻ്റെ പപ്പ ഇരുന്ന സ്റ്റേഷനിൽ ഞാൻ കിടന്നിട്ടുണ്ട്, ജയിലിൽ. എന്ന് പറഞ്ഞാൽ പുള്ളി അത് പോസ്റ്റ് ഇരുന്ന സ്റ്റേഷനിൽ, ചാർജായിട്ട് ഇരുന്ന സ്റ്റേഷനിൽ ഞാൻ അറിയാത്തൊരു കുറ്റത്തിന് എന്ന് പറഞ്ഞാൽ മദ്യപാനം മുഖാന്തരം ഇതായിട്ട് ഞാൻ പെട്ടുപോയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മദ്യം നമ്മളെ കൊണ്ട് പെടുത്തു. എല്ലാ കാര്യത്തിലും നമ്മൾ ചെറിയ അയ്യാത്ത തെറ്റ് പോലും നമ്മൾ പെട്ടുപോകും. അങ്ങനെ പോയി കിടന്നിട്ട് ഞാൻ ജയിലിൽ പോയിട്ടുണ്ട്. 14 ദിവസം റിമാൻഡിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പപ്പ ഒരു പോലീസ് ഓഫീസറായിട്ട് ഇവർക്കെല്ലാം അത് നാണക്കേടായിരുന്നു, എൻ്റെ സഹോദരിമാർക്കെല്ലാം. എനിക്ക് സെലക്ഷൻ കിട്ടിയ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞത്. പോലീസിൽ 20-ാമത്തെ വയസ്സിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ട് പപ്പ ഇരുന്ന സമയത്ത് എനിക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ട് പോയ ആളാണ്. അപ്പോൾ കിടന്ന് ഞാൻ നേരെ ജയിലിൽ വരെ വന്ന് കിടന്ന്. അതുപോലെ ഒരുപാട് എന്നെ വിട്ട് കളഞ്ഞിട്ട് അവിടുന്ന് എന്നെ പിടിച്ചുകൊണ്ട് മുടിയനായ പുത്രനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുക പിതാവ്. എന്നെ ഇവിടെ നിർത്തിയതിന് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു, 1000 നന്ദി പറയുന്നു.
എനിക്ക് ഈ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് തന്നെ എൻ്റെ ജീവിതം മുഴുവൻ നിലനിർത്തണമെന്ന് ഒരൊറ്റ ഇതേ ഉള്ളൂ. ഞാൻ 6 നിയോഗം ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 20-ാം തീയതി ഉടമ്പടി എടുത്ത് എനിക്ക് 28-ാം തീയതി നൈറ്റ്, അന്ന് ഒക്ടോബർ 28-ാം തീയതി നൈറ്റ് ഞാൻ കിടക്കുമ്പോൾ എനിക്കൊരു വിളി കേൾക്കാം. രാത്രി 2 മണിയായപ്പോൾ മുറ്റത്ത് കൂടെ മാതാവ് നടക്കുകയാണ്. മാതാവ് കറക്റ്റായിട്ട് ഞാൻ കാണുന്നുണ്ട്. മാതാവ് നീല അങ്കി ധരിച്ചിട്ട് മുറ്റത്തോടെ ഞങ്ങളുടെ മുറ്റം വഴി ഇങ്ങനെ നടക്കുന്നുണ്ട് രാത്രി 2 മണിക്ക്. അപ്പോൾ ഞാൻ ഉറക്കത്തില്ല, പക്ഷേ ഞാൻ മാതാവിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ എടാ അനില്ല എന്നാണ് വിളിച്ചത്. അതാണ് ഞാൻ ഓർക്കുന്നത്, മാതാവ് അങ്ങനെയൊക്കെ വിളിക്കുമെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. എടാ അനില്ലെന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ ഇതുപോലെ തെറ്റി നടന്നുകൊണ്ടായിരിക്കും എന്നെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്നപ്പം ഇവിടെ ഓഫീസിൽ ചോദിച്ചു എനിക്ക് അച്ഛനെ ഒന്ന് കണ്ട് ബ്ലെസ്സിങ് എടുക്കാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞില്ല, 3 മാസം കഴിയണമെന്ന് പറഞ്ഞു, നിങ്ങളത് ഉടമ്പടി പൂർത്തിയാക്കണം. പക്ഷേ ഞാൻ കറക്റ്റായിട്ട് അതെല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ കഴിഞ്ഞ മാസമാണ് ഇവിടെ വന്നിട്ട് പോയത്. അതുപോലെ 7-ാം തീയതി ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇവിടെ ഞാൻ വന്നിട്ട് രാവിലെ 8 മണിക്ക് വന്ന ഞാൻ 1:30 ആയപ്പോഴാണ് ഇവിടെ കയറി അമ്മയുടെ അമ്മയുടെ ബ്ലെസ്സിങ് എനിക്ക് കിട്ടിയത്. എന്നിട്ട് പോലും എനിക്ക് ചൂട് സഹിക്കാനായിട്ടുള്ള എനിക്ക് എങ്ങനെയാണെന്നറിയാം. അല്ലെങ്കിൽ ഞാൻ ഒരു 10 മിനിറ്റ് പോലും ഞാൻ വെയിലത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ എനിക്ക് അതെല്ലാം തന്ന് എന്നെ ഇവിടെ വരെ എത്തിച്ച് ഈ നിമിഷം വരെ എന്നെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് എൻ്റെ അമ്മ. എന്ത് പറഞ്ഞാലും എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ എൻ്റെ കാലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതുപോലെ തന്നെ ഹീലിംഗ് ആയിട്ടുണ്ട്. മൊത്തമായിട്ട് ഫുള്ള് ഹീലിംഗ് ആയി, കംപ്ലീറ്റ് ഇതായി എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. അതെൻ്റെ അമ്മ മാതാവ് തന്ന ഒരുപാട് അനുഗ്രഹമാണ്. ഇനിയും ഞാൻ അതുപോലെ തന്നെ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് എന്നെക്കൊണ്ട് ആവുന്ന പോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, എൻ്റെ കാല് കാണിക്കാറുണ്ട്. ഒരുപാട് പേരെ ഞാൻ എൻ്റെ വഴിയായിട്ട് തന്നെ ഇവിടുത്തെ കൃപാസനത്തിൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളാക്കുവാൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അവരെല്ലാം എൻ്റെ കൂടെ വരുന്നുണ്ട്, എൻ്റെ ഇത് കണ്ടിട്ട്, സാക്ഷ്യം കണ്ടിട്ട് തന്നെ. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. എൻ്റെ അമ്മ ഏജിലാണെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മോൾ എൻ്റെ കൂടെയുള്ള അവൾ വൈഫിൻ്റെ വീട്ടിലാണ്, അവരാണ്. പിന്നെ അമ്മയ്ക്ക് വയ്യ. പക്ഷേ അമ്മയ്ക്ക് ഇതുപോലെയാണ്. ഞങ്ങൾ ഓർത്തഡോക്സുകാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ജപമാലയൊന്നുമില്ല. പക്ഷേ ഞാൻ ജപമാല ചൊല്ലാറുണ്ട്. എൻ്റെ പ്രാർത്ഥന കണ്ടിട്ട് അമ്മ ഇപ്പം വെളുപ്പാങ്കാലത്ത് തന്നെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഓർക്കുക ഇവനിനി അങ്ങനെ ഇതിൽ നിന്ന് എങ്ങനെ ഇങ്ങനെ ആയിപ്പോകുന്ന പോലും അമ്മയ്ക്ക് ഭയങ്കര അത്ഭുതം. അമ്മയ്ക്ക് നടുവിന് വേദന വന്നിട്ട് അമ്മയുടെ ബാക്ക് ബോൺ ഇതായിട്ട് ഒരു വളഞ്ഞു പോയായിരുന്നു. ആ അവസരത്തിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഉപ്പിട്ട് പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് എനിക്കറിയത്തില്ല, ഞാൻ ഉപ്പിട്ട് അല്ലെങ്കിൽ എന്ത് തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അവർക്ക് അത് ഭയങ്കരമായിട്ടൊരു വിടുതൽ കിട്ടും. പക്ഷേ അമ്മയ്ക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ സ്കാനിങ്ങും കഴിഞ്ഞാണ്. പക്ഷേ അമ്മയ്ക്ക് ഇപ്പോൾ നല്ല രീതിയിൽ അമ്മ നടക്കാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അമ്മയെ ഇവിടെ കൊണ്ടുവന്നായിരുന്നു. അമ്മയ്ക്ക് സാക്ഷി എടുത്തിട്ടില്ല, ഉടമ്പടി എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു എടുക്കണ്ട, ഏജിലായതുകൊണ്ട് പറ്റത്തില്ല. പക്ഷേ അമ്മയ്ക്ക് അതുപോലെ വിശ്വാസമാണ്. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഒരു 10 വർഷം മുമ്പ്, ഇപ്പോൾ എനിക്ക് 54 വയസ്സായെന്ന് ഞാൻ പറഞ്ഞു, ഒരു 44 വയസ്സായപ്പോൾ ഞാൻ മാൾട്ടയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തായിരുന്നു. അന്നേരം ഞാൻ ഇതായിരുന്നു, നമ്മുടെ കേറ്ററിംഗ് ഫീൽഡായിരുന്നു, ഹോട്ടൽ മാനേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ വേണ്ടി ചാൻസ് വന്നപ്പോൾ അന്ന് എൻ്റെ റിജക്റ്റാണ്. എനിക്ക് ഏജ് ഇതായെന്ന് പറഞ്ഞാൽ 45. അവരങ്ങനെ പറഞ്ഞിട്ട് അത് കട്ട് 10 വർഷം മുമ്പാന്ന് ഓർത്തണം. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എൻ്റെ 20-ാം തീയതി ആണ് എൻ്റെ ഉടമ്പടി, ഇത് 90 ദിവസം പൂർത്തിയായിരുന്നു. പക്ഷേ ഞാൻ ഇവരോട് പറഞ്ഞില്ല. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഇതിലേക്ക് ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ അത് ഓൾമോസ്റ്റ് എനിക്ക് കിട്ടുമെന്നുള്ള 150% അത് എനിക്ക് കൺഫേമാണ്. എന്നിട്ട് പോലും ഞാൻ സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 54 വയസ്സുള്ള എന്നെ 10 വർഷം മുമ്പ് റിജക്റ്റ് ചെയ്ത ഒരു വിസ എനിക്കത് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ ഒരേ ഒരു ഇത് തന്നെയാണ്. അതിൽ ഞാൻ 150% ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ സാക്ഷ്യം നിങ്ങൾക്കറിയാൻ പറ്റും. ഞാൻ അങ്ങനെ ഇപ്പോൾ ഏകദേശം എന്നെക്കുറിച്ചൊരു ഐഡിയ വരും. ഞാൻ പറയുകയാണ്, ആരും ഇതിൽ നിന്ന് ഉടമ്പടി എടുക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ഈ ലൗകികമായിട്ടുള്ള ഇതിൽ പോയിട്ട് കാര്യമില്ല. പക്ഷേ മദ്യപാനവും ഇതൊക്കെ എല്ലാവർക്കും വിട്ടൊഴിയാൻ പറ്റും. ചില നമ്മളെ യൂത്ത് ഒക്കെ ആൾക്കാർ കാണും, അവർക്കൊന്നും പറയുമോ ഞാൻ ഇതെടുക്കുന്നില്ല. പക്ഷേ അത് എടുത്തു കഴിയുമ്പോഴാണ് നമ്മൾ കൂടുതൽ അറിയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, 18 വർഷമായിട്ട് ഞാൻ കുമ്പസാരിക്കത്തില്ല. ഞാനിപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ പോയിട്ട് കുമ്പസാരം എടുത്ത് വിശുദ്ധ കുർബാന കൈക്കൊണ്ട് അങ്ങനെ ഒരു ആത്മീയ ജീവിതം. പിന്നെ ബൈബിള് ഞാൻ അരമണിക്കൂർ എന്നുള്ളത് ഞാൻ വായിക്കാനിരുന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ കണ്ടിന്യൂ. ഉൽപ്പത്തിയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ മുമ്പ് ഞാൻ വായിക്കുമ്പോൾ ഇത് എന്താ നമ്മൾ ക്രിസ്ത്യൻ ആയതെന്ന് പറഞ്ഞിട്ട് പോലും എനിക്കത് പറയാൻ പറ്റത്തില്ല. നമുക്കത് ജസ്റ്റ് ഒരു ചാപ്റ്റർ വായിച്ച് ഞാനങ്ങ്
ക്ലാസ്. പക്ഷേ ഇപ്പോൾ അത് കണ്ടിന്യൂ വായിച്ച് ഞാൻ ആ ദിവസം കംപ്ലീറ്റ് വായിക്കുന്നുണ്ട്. അതുപോലെ വെളുപ്പിനെ 3 മണിക്കൊക്കെ, ഞാൻ സാധാരണ 3 മണിക്കായിരുന്നു ഉറങ്ങാറുണ്ടായിരുന്നു നേരത്തെ. ഇപ്പം ഞാൻ 3 മണിയാകുമ്പോഴത്തേന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അതുപോലെ ആത്മീയമായിട്ട് എന്നെ ഒരുപാട് യേശോപ്പ എന്നെ ഉയർത്തി, അമ്മമാതാവ് അതിനെ ഒരുപാട് എന്നെ ചേർത്ത് പിടിച്ചിരിക്കുക. ഈ അമ്മയുടെയും ഈ ഈശോപ്പയുടെയും ആ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് എന്നെ നിലനിർത്തണം. ഞാൻ എന്നും ഈ നിമിഷം, ഈ ആൾത്താരെ നിൽക്കുന്ന ഈ നിമിഷം തന്നെ, ഞാൻ നിയോഗങ്ങളിലല്ല, ഞാൻ എന്നെ വിശുദ്ധീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കിയിട്ട് എൻ്റെ ജീവിതം എന്നും അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. മരിക്കുന്നവരെ അമ്മയുടെ സാക്ഷിയായിട്ട് എന്നെ നിലനിർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കോടതികളിൽ ഞാൻ പറഞ്ഞാൽ, ഞാൻ ജയിലിൽ ഇതിൻ്റെ അകത്ത് പോയതുകൊണ്ട് ഞാൻ പറയുകയാണ്, കോടതി വഴിയാണ് ഞാൻ പോകുന്നത്. അവിടെ റിമാൻഡ് വരുന്ന ആൾക്കാർ, റിമാൻഡ് മീൻസ് കോർട്ടിലോട്ട് കൊണ്ടുവന്ന പ്രതികളുണ്ട്. ഞാൻ പോലീസുകാരുടെ കൊടുക്കും, പേപ്പർ കൊടുത്തിട്ട് ഞാൻ പറയും ഇത് കൃപാസനത്തിലാണ്. ഞാൻ കിടന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് നല്ല ഇതാണ്, നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളിത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വിടുവിക്കും അമ്മ. ഏത് കുറ്റത്തിൽ നിന്ന്, നമ്മൾ ചെയ്യാത്ത കുറ്റത്തിൽ ഞാൻ അകത്ത് പോയ വ്യക്തിയാണ്. അതുപോലെ കോടതികളിൽ, പിന്നെ ഹോസ്പിറ്റലിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ പേപ്പറുകൾ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന പത്രങ്ങൾ ഞാൻ വിതരണം ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ അനുഭവം സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത്. എന്നെ ഇതുപോലെ ഇതാക്കി തീർത്ത എൻ്റെ അമ്മാവനും തിരുക്കുമാരനും 1000 കോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. സങ്കീർത്തനം 30 2-ാം വചനം. നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവിടുന്നാണ് നമ്മുടെ പൂർണ്ണ ആശ്രയം. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് വെറും ഒരു പ്രാർത്ഥനയല്ല, ആഴത്തിലുള്ള വേദനയിലും നിസ്സഹായതയിലും നിന്നുള്ള ഹൃദയ നിലവിളിയാണ് ദൈവത്തോടുള്ള ആ വിളി. ദൈവം ആ പ്രാർത്ഥനയോട് പ്രവർത്തിച്ചു എന്നുള്ളൊരു വലിയ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. വേദനയിലായിരുന്നപ്പോൾ ദൈവത്തോട് നിലവിളിക്കുന്നവരെ ദൈവം ഒരിക്കലും അവഗണിക്കുകയില്ല. ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ സുഖപ്പെടുത്തൽ ഒരു മറുപടിയാണ്. അനിൽ എന്ന സഹോദരൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് ആത്മാർത്ഥമായ നിലവിളിയുടെ ഉത്തരം കൊടുത്ത ഒരു ദൈവത്തിൻ്റെ, ഒരു അമ്മയുടെ ഒരു സാക്ഷ്യമാണ്. നമ്മുടെ വേദനകൾ ഒരു കുഞ്ഞിനെ പോലെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് കേൾക്കാതിരിക്കുക? ഈ മകൻ അനിലിൻ്റെ സഹോദരിയാണ് ഉടമ്പടി എടുത്തത്. ആ മകൾ വന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ മകന് രോഗസൗഖ്യം ലഭിച്ചത്. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മകൻ പറഞ്ഞ പോലെ ഡിസംബർ 7-ാം തീയതി കാലിന് അത്ര വലിയ ഇതില്ലായിരുന്നു, സൗഖ്യമില്ലായിരുന്നു. 5.5 മണിക്കൂർ ഇവിടെ നിന്ന് ഈ അമ്മയുടെ സന്നിധിയിൽ ഇവിടെ തുറന്നു കൊടുത്തപ്പോൾ 5.5 മണിക്കൂർ നിന്നാണ് ഈ മകന് ആ കാലിൻ്റെ അവസ്ഥ കണ്ടാൽ നമ്മൾ ഒന്നേ നോക്കുകയുള്ളൂ. അതേതവസ്ഥയിലായിരുന്നു. അത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞതാണ്, ആംപുറ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ കാലാണ്. ആ കാലം വെച്ചുകൊണ്ടാണ് ഈ മകന് ഈ സന്നിധിയിൽ വന്ന് മാതാവിനും അമ്മയ്ക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാൻ വന്നത്. 5.5 മണിക്കൂർ മുട്ടിൽ ആ വെയിലത്ത് നിന്നാണ് അമ്മയുടെ സന്നിധിയിൽ അമ്മയെ ഒന്ന് തൊടാൻ, അമ്മയുടെ ഒന്ന് ദർശിക്കാൻ, അമ്മയുടെ അടുത്തൊന്ന് പോകാനായിട്ട് ആ ആഗ്രഹത്തോടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് എല്ലാ വിധത്തിലും ഈ മകന് ഒരു വലിയൊരു പുതിയ ജീവിതമാണ് ഈശോയും അമ്മയും കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും നമുക്കും വിശ്വസിക്കാം. നമ്മുടെ വേദനകളിൽ നാം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, അമ്മ മാതാവിൻ്റെ കൈപിടിച്ച് ഈശോയിലേക്ക് പോകുമ്പോൾ ഈശോ നമ്മെ സൗഖ്യമാക്കുന്നു. ശരീരത്തിൽ മാത്രമല്ല, മനസ്സിലും ആത്മാവിലും നമ്മുടെ ജീവിതത്തിൽ പുത്തൻ വഴികൾ ഈശോയും അമ്മയും തുറന്നു തരും. ആ വിശ്വാസത്തോടെ നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ, സത്യസന്ധതയോടെ, ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാം. സുനിലും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി.